ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 35 മുതൽ 40 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത്. ഐ ആം എക്സ്ട്രീംലി സോറി ഗൈസ്. ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. കമാൻഡോ, പിന്നെ ഡെൽറ്റ സോക്കർ 5634. നിങ്ങൾ 2 സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വലിയൊരു നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഞാൻ സ്ഥിരം എക്സ്പ്ലെയിൻ ചെയ്തിടുന്ന 4 ചാപ്റ്റേഴ്സിന് പകരം ഇന്ന് 6 ചാപ്റ്റേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാഗുറ ബച്ചി വീഡിയോസിന് ഇപ്പോൾ സപ്പോർട്ട് പതിയെ കൂടി വരുന്നുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ആഗസ്റ്റ് മാസം സസനാമി എസ്റ്റേറ്റിൽ നിന്നും കുറച്ച് ദൂരെ മാറിയ ഒരു വെയർഹൗസ് ഉണ്ട്. റാക്കുസായിച്ചിയിലേക്ക് ലേലത്തിനായിട്ട് സാധനങ്ങൾ രജിസ്റ്റർ ചെയ്ത് സ്റ്റോർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അതെല്ലാം ടെമ്പററി ആയിട്ട് ഈ വെയർഹൗസിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇപ്പോൾ അതിന്റെ ചുമതല ഹാക്കുരിയെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അവനിപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ കൂട്ടിൽ ആൾക്കാരൊക്കെ കിടക്കുന്നത് കാണാം. ഒരു കൂടിന്റെ മുന്നിലാണെങ്കിൽ ആകെ തണുപ്പാണ്. കാര്യം ആ കൂട്ടി കിടക്കുന്ന പെണ്ണിന്റെ സ്കിന്നിന് ഐസിന്റെ എബിലിറ്റീസ് ആണുള്ളത്. അവളാണെങ്കിൽ വന്ന ദിവസം തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ കുറെ ദിവസം പോയാൽ നീ ഇവിടെ കിടന്ന് ചത്തുപോകുമെന്ന് ഹാക്കുരി അവളോട് പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കച്ചവട വസ്തുവായിട്ട് കിടക്കുന്നതിന് നല്ലത് ചാവുന്നതാണെന്നുള്ള ലൈനാണ്. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, അത് തീരുമാനിക്കേണ്ടത് നീയല്ല, നീ ഇപ്പോൾ വിലയുള്ള ഒരു കച്ചവട വസ്തുവാണ്. സോ നീ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന്. 3 ആഴ്ച കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് സ്റ്റോർ ഹൗസിലേക്ക് മാറ്റും. അതുവരെ നിന്റെ ഇവിടുത്തെ കാര്യങ്ങളുടെ ചുമതല എനിക്കാണ്. വേദനിപ്പിച്ചിട്ടായാലും നിന്നെ കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിപ്പിച്ചേ പറ്റൂ. എന്നിട്ടും നിനക്ക് കഴിക്കാൻ ഉദ്ദേശമില്ലെന്നാണെങ്കിൽ അവസാനം നീ വിശപ്പ് മൂലം ക്ഷീണിച്ചു വീഴുമ്പോൾ ഞാൻ നിനക്ക് ട്രിപ്പ് ഇടും. എന്തു വന്നാലും ഞാൻ നിന്നെ ഇവിടെ കിടന്ന് ചാവാൻ വിടില്ല. അവളിപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ കൂട്ടിക്കിടന്നിട്ടല്ല, മറ്റുള്ളവരുടെ കൂടിയിരുന്ന് എൻജോയ് ചെയ്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന്. നിന്റെ ബോഡിക്ക് ഇങ്ങനെ ഒരു ഫ്രീസിങ് എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിന്നെ മറ്റാൾക്കാരുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റില്ല. അത് അവർക്ക് ഡേഞ്ചറാണ്. സോ നിന്നെ ഈ കൂട് വിട്ട് വെളിയിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഹാക്കുരി പറയുന്നു. അവളിപ്പോൾ പറയുന്നുണ്ട്, നീ അതിനെന്നെ കൂട് വിട്ട് വെളിയിൽ കൊണ്ടുപോയൊന്നും വേണ്ട, എനിക്ക് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിക്കണം, അതിന് നീ മതിയെന്ന്. എന്റെ കൂടെയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹാക്കുരി ഇങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട്. അവൻ ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്തൊരു വിയേഡാണെന്ന്. അവളിപ്പോൾ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടികളോട് അങ്ങനെ ഇടപഴകി വലിയ പരിചയമില്ലല്ലേ, എന്നെ കണ്ടിട്ട് എന്താ പേടി തോന്നുന്നു? നീ അത് വിട്, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കമ്പനി തന്നാ നീ ഫുഡ് കഴിക്കും ആണല്ലോ? ആ അതെ, അങ്ങനെയാണെങ്കിൽ തരുന്നത് എന്തെങ്കിലും ചവച്ചരച്ചിറക്കാൻ നോക്കാം. റാക്കുസായിച്ചിക്ക് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഹാക്കുരി ഇപ്പൊ ഇവളുടെ ഡിമാൻഡിന് സമ്മതം പറയുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് അടുത്തിരിക്കുമ്പോൾ ഹാക്കുരിയോട് അവന്റെ കൈവിരലിൽ എന്തു പറ്റിയെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അത് സോയെ അവനെ ടോർച്ചർ ചെയ്തതാണ്. ഒരു പ്ലെയർ വെച്ചിട്ട് അവന്റെ വിരലിന് ഇങ്ങനെ പിടിച്ചതാണ്. സ്വന്തം ഫാമിലി തന്നെ ഇവനെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ പെണ്ണിന് ഒരു അതിശയം വരുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെ സാധാരണ ടൂൾസ് യൂസ് ചെയ്യാറില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹാക്കുരിയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സോയ എടുത്തുകൊണ്ട് വരുന്ന ടൂൾസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കാണാതാവും. ഇതെങ്ങനെയാണ് അപ്രത്യക്ഷമായി പോകുന്നതെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ ടൂൾസ് പോയി കഴിഞ്ഞാൽ ചേട്ടൻ എനിക്ക് സാധാരണ കൈയും കാലും ഉപയോഗിച്ച് ഇടിയും തൊഴിയും തരാറാണ് പതിവ് എന്ന് ഹാക്കുരി പറയുന്നു. ഇവള് പറയുന്നുണ്ട്, എന്നാലും സ്വന്തം അനിയന്റെ കൈ പ്ലെയർ ഉപയോഗിച്ച് ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത് അത്ര നോർമൽ കാര്യമല്ലല്ലോ. എന്നിട്ട് നിന്റെ കൈ ഇങ്ങോട്ട് കാണിച്ചേ, നീ ഇതിൽ ഐസ് വെച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ട് അവൾ അവന്റെ മുറിവിൽ ഇങ്ങനെ തൊടുന്നുണ്ട്. ഇവളുടെ സ്കിന്നിന് ഐസിന്റെ എബിലിറ്റി ആണല്ലോ ഉള്ളത്. ഇവളിപ്പോ ഹാക്കുരിയോട് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, നിന്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, അവര് നിന്നെ തഴഞ്ഞിരിക്കുകയാണ്, അതാണ് ഇങ്ങനെ വെയർഹൗസ് നോക്കുന്ന ഒരു ജോലി നിന്നെ ഏൽപ്പിച്ചത്. നിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്, നമ്മൾ രണ്ടും എല്ലാവരാലും റിജക്ട് ചെയ്യപ്പെട്ടവരാണ്. നീ ഈ സ്ഥലത്തെ പറ്റി മറന്നേക്ക്, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഇപ്പൊ ഇവള് ഹാക്കുരിയോട് പറയുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ ഇവളോട് പറയുന്നുണ്ട്, ആ ബുദ്ധിയൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, എന്നെ പറ്റിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനല്ലേ നിന്റെ പ്ലാൻ? ഇവളിപ്പോ പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണെന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷെ നിന്റെ അവസ്ഥയിൽ ശരിക്കും എനിക്ക് സിമ്പതിയുണ്ട്. അതുകൊണ്ട് നിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറ. പുറം ലോകത്തെ പറ്റി നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് നിനക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പറ്റും എന്ന് ഇവള് പറയുന്നു. ഹാക്കുരി ഇപ്പൊ ഇവളോട് പറയുന്നുണ്ട്, നീ വെറുതെ കുറെ ഡയലോഗ് അടിക്കണ്ട, നമ്മൾ ഒരിക്കലും ഒരേപോലെയല്ല. ഞാനൊരു കച്ചവടക്കാരനാണ്, നീയാണെങ്കിൽ വെറും ഒരു കച്ചവട വസ്തുവും. നിന്നോട് ഞാനിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നീ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം റാക്കുസായിച്ചിക്ക് വേണ്ടിയാണ്. നിന്റെ ഫാമിലി നിന്നെ ബുള്ളി ചെയ്യുകയല്ലേ, എന്നിട്ട് നിനക്ക് അവരോട് ഇത്ര ആത്മാർത്ഥതയോ എന്ന് ഇവള് ചോദിക്കുന്നു. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ഞാനൊരു കഴിവുകെട്ടവനായി പോയതുകൊണ്ടല്ലേ അവർ
ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അത് ശരിക്കും എന്റെ തെറ്റല്ലേ? എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല. അതുകൊണ്ട് അവരെനിക്ക് തന്ന ഈ ചെറിയ ജോലിയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കണം. സോ നീ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ഹാക്കുരി ഇവൾക്ക് നേരെ ഫുഡ് നീക്കി വെച്ചു കൊടുക്കുന്നു. ഇവളാണെങ്കിൽ ഫുഡും കഴിക്കുന്നു. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഓരോ ദിവസം ഫുഡ് കൊണ്ടു കൊടുക്കാൻ വരുമ്പോഴും ഹാക്കുരിയുടെ കയ്യിലും മുഖത്തും ഒക്കെ ഓരോ തരം മുറിപ്പാടുകൾ. ഇവളാണെങ്കിൽ അതെല്ലാം ഐസ് വെച്ചു കൊടുക്കുന്നു. അവള് ഫുഡ് ആണെങ്കിലും കൃത്യമായിട്ട് കഴിക്കുന്നു. അവള് നല്ല ഹെൽത്തി ആയി. അപ്പോ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടാലും റാക്കുസായിച്ചയ്ക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും ഒക്കെ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. ഒരു ദിവസം നല്ലപോലെ അടിയൊക്കെ മേടിച്ചിട്ട് പതിവിലും താമസിച്ചാണ് ഹാക്കുരി ഫുഡും കൊണ്ട് വന്നത്. ഇത്രയും വാങ്ങിച്ചു കൂട്ടാനായിട്ട് എനി സ്പെസിഫിക് റീസൺ എന്നിവള് ഹാക്കുരിയോട് ചോദിക്കുന്നു. നോ റീസൺ എന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് നിന്റെ ഇവിടുത്തെ അവസാനത്തെ ആഹാരമാണ്, നാളെ നിന്നെ സ്റ്റോർ ഹൗസിലേക്ക് മാറ്റാൻ പോവാണെന്ന് ഹാക്കുരി പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൾക്ക് ഫുഡ് നീക്കി വെച്ച് കൊടുത്തിട്ട് ഹാക്കുരി അവന്റെ അവസ്ഥ ആലോചിച്ച് അവിടെ കിടന്ന് കരയാണ്. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അടി കൊള്ളുന്നതെന്ന് ഇവള് ചോദിക്കുന്നു. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, ഈ അടിയൊക്കെ കിട്ടാൻ ഞാൻ അർഹനാണ്. എനിക്ക് ഒരു കഴിവുമില്ല. ഒരു ഇസോ പോലും കൃത്യമായിട്ട് ചെയ്യാൻ എനിക്കറിയില്ല. സസനാമി ക്ലാനിന് എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഹാക്കുരിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവള് പറയുന്നുണ്ട്, കഷ്ടം, ഇവിടെ ഇപ്പം ഞാനല്ല, നീയാണ് ശരിക്കും ഒരു കൂട്ടിൽ പെട്ട് കിടക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ സ്പേസിൽ ആട്ടും തുപ്പും കൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ വാല്യൂ എന്താണെന്ന് നമുക്ക് പോലും ശരിക്കും കാണാൻ കഴിയില്ല എന്ന് ഇവള് പറയുന്നു. വാല്യൂ? എനിക്കെന്ത് വാല്യൂ ആവുള്ളേ? നീ എന്നോട് സംസാരിച്ചു, നീ കാരണമാണ് ഇത്രയും നാൾ ഞാൻ ഫുഡ് കഴിച്ച് ഇവിടെ കിടന്നത്, അതാണ് നിന്റെ വാല്യൂ. പിറ്റേ ദിവസം ഹാക്കുരി ഇവളുടെ സെല്ലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇന്നലെ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് ഇവള് ചോദിക്കുന്നു. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടുന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. അവനിപ്പോ സെല്ല് തുറന്ന് ഇവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് താക്കോലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിന്നെ ഇതിന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും നിന്റെ മനസ്സിന് ഇങ്ങനെ ഒരു മാറ്റം വന്നോന്ന് ഇവള് ചോദിക്കുന്നു. 100% എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹാക്കുരി അവളുടെ സെല്ല് തുറക്കുന്നുണ്ട്. ഇനി നേരെ പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. സോയയാണെങ്കിൽ ഇസോ പ്രയോഗിച്ചിട്ട് ഹാക്കുരിയെ അവിടെ അടിച്ചു പരത്തി ഇട്ടിരിക്കുകയാണ്. ചെറുതായിട്ട് എന്തോ മന്ത്രവിദ്യ ചെയ്യാൻ പഠിച്ചു എന്ന് വെച്ച് ഈ ചേട്ടനെ അങ്ങ് തോപ്പിച്ച് കളയാമെന്ന് നീ വിചാരിക്കരുത് മോനെ എന്ന് സോയ ഇപ്പൊ പറയുന്നുണ്ട്. സസനാമി ക്ലാനിലുള്ള മന്ത്രവാദികളെല്ലാം ഹൈലി സ്കിൽഡ് ആണ്. യാതൊരു മന്ത്രവിദ്യയെ അറിയാത്ത ഹാക്കുരിയെ സോയ ഒരു ക്യൂട്ടായിട്ടുള്ള പയ്യനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അതായത് ഈ പെറ്റ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. എന്നിട്ട് അതിനെയൊക്കെ ടോർച്ചർ ചെയ്യുന്നതായിരിക്കും ഇവന് ഹരം. സാഡിസ്റ്റ് തെണ്ടി. സോയ ഇപ്പൊ പറയുന്നുണ്ട്, സോ നീ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ആ സ്റ്റേജിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഒരു മന്ത്രവാദിയാവാനാണ് നോക്കുന്നതെങ്കിൽ അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. സോ ഞാൻ നിന്നെ കൊല്ലാൻ പോവാ മോനെ. ഇപ്പോ വീണ്ടും നമ്മളെ ഹാക്കുരിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആ പെണ്ണിനെ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഹാക്കുരി പോയി ഫ്രണ്ട് ഡോർ തുറക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് നോക്കുമ്പോൾ ഹാക്കുരി കാണുന്നത് ഇവള് സ്വന്തം കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവിടെ വിൽക്കാൻ വെച്ചിരുന്ന ഐറ്റംസിൽ ഇവള് ചൂണ്ടിയതാണ്. നീ എന്തായി ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചെയ്യരുതെന്ന് ഹാക്കുരി പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കാത്തിരുന്നത്. നിന്നെ ഞാൻ എന്റെ ഈ പ്ലാനിന് വേണ്ടി ഉപയോഗിച്ചതിൽ ക്ഷമിക്കണം. ഇവിടെ പട്ടണിക്ക് കിടന്ന് ചാകാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോ അതിന് നീ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. ആദ്യം തൊട്ടേ എനിക്ക് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനെ ഒരു സ്കിന്നുമായിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അവള് പറയുന്നു. പക്ഷെ നിന്റെ ഈ ഐസിന്റെ എബിലിറ്റീസ് ഉള്ള സ്കിന്നാണ് എന്റെ ദേഹത്തെ മുറിപ്പാടുകളുടെ വേദന മാറ്റിയതെന്ന് ഹാക്കുരി പറയുന്നു. ഇവളിപ്പോ പറയുന്നുണ്ട്, മുൻപ് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആദ്യമൊക്കെ എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം അയാൾ തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ട് വിറ്റത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. എനിക്കതറിയാം. എന്റെ ഈ സ്കിന്ന് കാരണം എന്റെ കൂടെ ഉള്ളവർ എന്നെ ഉപേക്ഷിക്കും. കാണുന്നവർക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമാണ് ഞാൻ. അത്രേ ഉള്ളൂ എന്റെ വാല്യൂ. ഈ കൂട് വിട്ട് പുറത്തിറങ്ങിയാലും എന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ സ്വന്തം കഴുത്തിറക്കുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ അവളുടെ ഡെഡ് ബോഡിയോട് അടുത്തിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന വ്യക്തി അവളെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ഈ റാക്കുസായിച്ചിയാണ് അവളുടെ പ്രതീക്ഷയും ഹൃദയവും എല്ലാം തകർത്തത്. ഒരു രീതിയിൽ നോക്കിയ ഞാനും അവളുടെ മരണത്തിന് ഒരു കാരണക്കാരനല്ല എന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. കാര്യം നീ വെറും ഒരു കച്ചവട വസ്തുവാണ്. നിന്നെ പുറത്തു കൊണ്ടുപോയി മറ്റാൾക്കാരുടെ കൂടെ ഇരുത്തുന്നത് അവർക്കൊരു അപകടമാണെന്നൊക്കെ ഹാക്കുരി ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആ പറഞ്ഞ വാക്കുകളൊക്കെ ഇവളുടെ ഈ തീരുമാനത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഞാനാണ് ഇവളെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഹാക്കുരി കരയുന്നുണ്ട്. അപ്പോ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവിടുന്ന് ഒരുമിച്ച് പുറത്തു കടക്കാം, പുറം ലോകത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഉള്ളത്, ഈ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി നീ എന്നോട് പറഞ്ഞ കള്ളങ്ങളായിരുന്നോ എന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. ഇപ്പോ പ്രസന്റില് ആ താഴെ കിടക്കുന്ന ഹാക്കുരിയുടെ മേലേക്ക് ഒരു വലിയ ഇസോ പ്രയോഗിച്ചിട്ട് അവൻ ചത്തിട്ടുണ്ടാകുമെന്ന് കരുതി സോയ ഇങ്ങനെ തിരിച്ചു നടക്കുകയാണ്. പെട്ടെന്ന് എന്തോ തറയിൽ വീഴുന്ന ഒരു ശബ്ദം കേട്ടിട്ട് സോയ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പ്ലെയർ കിടക്കുന്നു. അത് തന്നെ പണ്ട് ഹാക്കുരിയെ ടോർച്ചർ ചെയ്യാനായിട്ട് സോയ എടുക്കുന്ന ടൂൾസ് എല്ലാം അപ്രത്യക്ഷമായി പോകുമല്ലോ, ആ കൂട്ടത്തിലെ പ്ലെയർ. ഇപ്പൊ ആ തറയിൽ കിടക്കുന്ന ഹാക്കുരിയുടെ കണ്ണിൽ നിന്ന് ക്യോരയുടെ കണ്ണിൽ നിന്ന് വരുന്ന പോലെ ആ കറുത്ത ലെയർ ഇങ്ങനെ വരുന്നുണ്ട്.
ചിഹിരോയും ഷിബയും കൂടെ ആ മന്ത്രവിദ്യ പ്രയോഗിക്കുന്നതിനെ പറ്റി ഹാക്കുരിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഉള്ളിലെ സ്പിരിറ്റ് എനർജി പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് എങ്ങനെ മന്ത്രവിദ്യ ചെയ്യാമെന്നൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നു. മന്ത്രവിദ്യ ചെയ്യാനുള്ള കഴിവ് ഒരാൾക്ക് ജന്മനാ കിട്ടുന്നതാണ്. ഏത് കൈൻഡ് ഓഫ് മന്ത്രവിദ്യയാണ് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ വിദ്യ പ്രയോഗിക്കാൻ കൂടുതൽ പഠിക്കും തോറും ആ വിദ്യയിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ നിഗൂഢമായിട്ടുള്ള ലെവൽസ് അൺലോക്ക് ചെയ്യാനായിട്ട് മന്ത്രവാദിക്ക് സാധിക്കും എന്ന് പറയുന്നു. ഫസ്റ്റ് ആർക്കിൽ ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ സിലിണ്ടർ തലയ മന്ത്രവാദി ഉണ്ടല്ലോ, സോജോ കൊന്നു കളഞ്ഞ മഡോക്ക എന്ന് പറഞ്ഞവൻ, അവന്റെ കാര്യം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവന്റെ ഉള്ളിലെ സ്പിരിറ്റ് എനർജിയെ അവന് ആ പാവകളുടെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് അത് പുറത്തേക്ക് എത്തിച്ചിട്ട് ബോംബ് പോലെ അത് പൊട്ടിക്കാനായിട്ട് കഴിയുമായിരുന്നല്ലോ. ഷിബയാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് ഹാക്കുരി ഈ സസനാമി പോലെ ഒരു വലിയ മന്ത്രവാദി കുടുംബത്തിൽ നിന്ന് വരുന്നവനല്ലേ, സോ ആ മന്ത്രവിദ്യ ചെയ്യാനുള്ള കഴിവ് അവന് പാരമ്പര്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കഴിവ് ചിലപ്പോൾ ഇസോ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കഴിവായിരിക്കാം. എന്തായാലും ഹാക്കുരിയുടെ ബോഡിയിൽ സ്പിരിറ്റ് എനർജി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഷിബ പറയുന്നു. സോ ആ സ്പിരിറ്റ് എനർജിയെ ഒന്ന് അൺലീഷ് ചെയ്യാൻ ഹാക്കുരി ശ്രമിച്ചാൽ മാത്രം മതി. ആദ്യമായിട്ട് ചെയ്യുന്ന അറ്റാക്കിന് വലിയ ഫോഴ്സ് ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള പവറിനെ പറ്റി കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ അവന് കിട്ടും. ഇപ്പോ പ്രസന്റില് സോയയുടെ അടി കൊണ്ട് അവിടെ താഴെ കിടക്കുന്ന ഹാക്കുരി ആണെങ്കിൽ ഷിബൈ പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്യുകയാണ് അവന്റെ ഉള്ളിലെ പവറിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവന്റെ ആ പവർ കൊണ്ട് അവൻ ആ പ്ലെയറും അതേപോലെ സോയ മുൻപ് അവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് കാണാതെ പോയ ബാക്കി ടൂൾസും ഒക്കെ സമ്മൺ ചെയ്തെടുക്കുന്നു. സോ ഇതെല്ലാം കാണാതായതിന് പിന്നിലെ കാരണം ഹാക്കുരി തന്നെയായിരുന്നു. അവനത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. ഹാക്കുരി ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇസോ മാത്രമല്ല എന്റെ ഉള്ളിൽ മറ്റൊരു പവർ കൂടിയുണ്ട്. അവനിപ്പോ അതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റോർ ഹൗസ് പോലെ ഒരു സബ് സ്പേസ് ഹാക്കുരിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് ഹാക്കുരി പറയുന്നു. സോയയാണെങ്കിൽ ഈ നടക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പോ നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ക്യോര ഈ സ്റ്റോർ ഹൗസിന്റെ ആക്സസ് സോയക്കായിരുന്നു കൈമാറാനായിട്ടിരുന്നത്. അങ്ങേര് സോയയോട് പറയുന്നുണ്ട്, ഞാൻ ഈ പവർ നിനക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇസോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ഒരൊറ്റ ടൈപ്പ് ഓഫ് പവറെ യൂസ് ചെയ്യാൻ പറ്റൂ. ആ പവറിനൊപ്പം അഡീഷണൽ ആയിട്ട് ബേസിക് മൂവ്മെന്റ്സും പിന്നെ ബാരിയർ ടെക്നിക്കും മാത്രമേ യൂസ് ചെയ്യാൻ കഴിയൂ. പക്ഷേ ഈ സസനാമി ക്ലാനിലെ ഫസ്റ്റ് ഹെഡ് ഉണ്ടല്ലോ, ആ സ്റ്റോർ ഹൗസ് നിർമ്മിച്ചയാള്, അങ്ങേര് കിടിലമായിരുന്നു. അങ്ങേർക്ക് അറ്റ് എ ടൈം ഇസോയി യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, സ്റ്റോർ ഹൗസും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുമാത്രമല്ല, ഒരു സബ്സ്പേസിൽ ഇങ്ങനെ ഒരു സ്റ്റോർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ മന്ത്രവിദ്യ ഇവരുടെ സസനാമി ക്ലാനിന്റെ ആചാരവിധികളിൽ പെട്ട ഒരു സാധനമേ അല്ല. അത് ഈ ഫസ്റ്റ് ആൾക്ക് മാത്രം കിട്ടിയ യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇത് അടുത്ത തലമുറയിലുള്ളവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയില്ല. അതാണ് ഇവർ ഈ സ്റ്റോർ ഹൗസിന്റെ കൺട്രോള് മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി കൈമാറുന്നത്. സോ ഇത് ഇത്രയും സേക്രഡ് ആയിട്ടുള്ള ഒരു പവർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചടങ്ങ് നടത്തി ഇത് നേടുന്ന ആള് ഒരു വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അയാൾക്ക് പിന്നീട് മറ്റൊരു പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇപ്പോ ടെൻറിയെ സ്റ്റോർ ഹൗസ് ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് സോയ ചോദിക്കുമ്പോൾ ക്യോര പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടും ഡിഫറന്റ് ആണ്. ടെൻറിക്ക് വളരെ റെയർ ആയിട്ടുള്ള കഴിവുകളുണ്ട്, പക്ഷെ അവൻ ഒരിക്കലും നിന്നെ പോലെയല്ല. അവൻ ഉറപ്പായിട്ടും നമ്മുടെ സസനാമി ക്ലാനിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പോരാളിയാകും. പക്ഷെ സസനാമി ക്ലാനിന്റെ അടുത്ത ഹെഡ് ആകാൻ പോകുന്നത് നീ ആയിരിക്കും സോയ. അതേപോലെ ക്യോര അന്ന് സോയയോട് പറഞ്ഞിരുന്നു, അതായത് ഹാക്കുരിയെ പറ്റി നീ അങ്ങ് മറന്നേക്ക്, വെറുതെ ആ ലോക തോൽവിയായിട്ടുള്ള ചെക്കന്റെ പിന്നാലെ നടന്ന് നിന്റെ സമയം കളയരുത്. ഇപ്പോ സോയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനൊരു തോൽവി ആയതുകൊണ്ടാണ് എനിക്ക് അവനോട് ഇത്ര താല്പര്യമെന്ന് സൈക്കോ സോയ. ഇപ്പോ അങ്ങനെ എല്ലാവരും തോൽവി എന്ന് പറഞ്ഞിരുന്നവൻ സ്റ്റോർ ഹൗസ് ആക്സസ് ചെയ്യാനുള്ള പവറും അതേപോലെ തന്നെ ഇസോ ടെക്നിക്കും അറ്റ് എ ടൈം യൂസ് ചെയ്യാനുള്ള കഴിവുമായിട്ട് സോയയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോ ഹാക്കുരിയുടെ കണ്ണില് സസനാമി ക്ലാനിലെ ഹെഡിന്റെ, അതായത് സ്റ്റോർ ഹൗസ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ആളുടെ ആ സിമ്പൽ കണ്ടിട്ട് സോയ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പോ എന്റെ ആ കാണാതെ പോയ ടൂൾസ് ഒക്കെ ഇവൻ ഈ പവർ ഉപയോഗിച്ച് സ്റ്റോർ ഹൗസിലേക്ക് മാറ്റിയതാണോ എന്ന് സോയ ചിന്തിക്കുന്നു. അതുമാത്രമല്ല, വളരെ ശക്തി കുറഞ്ഞ ഒരു അറ്റാക്ക് ആണെങ്കിൽ കൂടിയും ഇവൻ കുറച്ചു മുമ്പേ ഒരു ഇസോ ആണ് ചെയ്തത്. സോ അറ്റ് എ ടൈം ഇവൻ ഈ രണ്ട് പവറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവനും സസനാമി ക്ലാനിലെ ആദ്യത്തെ ഹെഡിനെ പോലെ ഒരു ജീനിയസ് ആണോ? എന്നെങ്കിലും ഒരു നാള് ആ കഴിവുകളുള്ള ഒരാള് നമ്മുടെ ക്ലാനിൽ വീണ്ടും ജനിക്കുമായിരിക്കും എന്ന് ക്യോര സോയയോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഹാക്കുരി ആവുമെന്ന് സോയ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. സോയ ഇപ്പൊ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഹാക്കുരിയെ ആ ഭിത്തിയിലേക്ക് ചേർത്തങ്ങ് തള്ളി പിടിച്ചിട്ട് അവന് നേരെ അലറുന്നുണ്ട്. നിനക്കെങ്ങനെ ഈ രണ്ട് പവറും കൂടെ കിട്ടി? നീ യാതൊരു കഴിവില്ലാത്തവനാ. ഇനി ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാതെ ചാവടാ, പെട്ടെന്ന് ചാവടാന്നൊക്കെ സോയ പറയുന്നു. ഞാൻ മാത്രമല്ല, ചേട്ടനും ഇപ്പൊ ചാവാറായിരിക്കുകയാണെന്ന് ഹാക്കുരി സോയയോട് പറയുന്നു.
സോയയാണെങ്കിലും ഇപ്പൊ ആ ചിഹിരോയുടെ അറ്റാക്കിൽ നിന്ന് വലിയ പരിക്കൊക്കെ പറ്റിയിട്ട് വായിന്ന് ചോരയും തുപ്പി കഷ്ടിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ആ സ്റ്റോർ ഹൗസിലെ മരിച്ചുപോയ പെൺകുട്ടിയെ പറ്റിയൊക്കെ ഹാക്കുരി ചിന്തിക്കുന്നുണ്ട്. നിന്നോട് സംസാരിച്ച ടൈമിൽ ഞാൻ കുറച്ചുകൂടി നല്ലപോലെ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ആ കിടന്ന കൂടിന് പുറത്തും നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇന്ന് ജീവനോടെ ഇരുന്നേനെ എന്ന് ഹാക്കുരി ചിന്തിക്കുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്ക്. ഇവിടെ ഈ ലേലത്തിന് വെച്ചിരിക്കുന്ന അനേകം പാവപ്പെട്ട ആൾക്കാർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഇത്തവണ ഞാൻ തെളിയിക്കുമെന്ന് ഹാക്കുരി പറയുന്നു. സോയയാണെങ്കിൽ ഹാക്കുരിയുടെ നെഞ്ചത്ത് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തിട്ട് ചാവടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ താഴേക്ക് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞിട്ട് കാലുകൊണ്ട് തറയിൽ ചവിട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്താടാ നീ വീഴാത്തെ? എന്താ നീ തറയിൽ വീണ് ചാകാത്തെ? എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ചേട്ടനുള്ളപ്പോ ഞാൻ എങ്ങനെ ചാകാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാക്കുരി ഇപ്പൊ ഫുൾ ഫോഴ്സിൽ ഒരു ഇസോ സോയയ്ക്ക് നേരെ പ്രയോഗിക്കുന്നുണ്ട്. ഇത്രയും നാള് ഹാക്കുരിക്ക് ഇസോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ഈ സ്റ്റോർ ഹൗസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് അവൻ അറിയത്തില്ലായിരുന്നല്ലോ. സോ അവന്റെ ബോധത്തോടു കൂടി അല്ലാതെ അവന്റെ സ്പിരിറ്റ് എനർജി മുഴുവൻ അവൻ ഈ സ്റ്റോർ ഹൗസ് മാനേജ് ചെയ്യുന്നതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഹാക്കുരിക്ക് സ്വന്തം പവേഴ്സിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള ബോധ്യം വന്നതുകൊണ്ട് തന്നെ അവൻ ഇനി ഫോക്കസ് ചെയ്ത് കറക്റ്റ് അളവിൽ അവന്റെ സ്പിരിറ്റ് എനർജി അൺലീഷ് ചെയ്യാൻ പറ്റും. ഇതേ സമയം താഴെ ചിഹിരോയും ടെൻട്രിയും തമ്മിൽ കട്ട ഫൈറ്റ് നടക്കുകയാണ്. ടെൻട്രി ആണെങ്കിൽ ഇപ്പൊ നല്ല ഫാസ്റ്റർ ആണ്. ഡാറ്റൻസെക്കിയുടെ ആ പവറിനോടൊപ്പം തന്നെ അവൻ ഇസോയി യൂസ് ചെയ്യുന്നുണ്ട്. സോ അവന്റെ അറ്റാക്സ് ഒക്കെ നല്ല ഹൈ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ യൂഇ കൊണ്ടോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഒരു മെയ് അറ്റാക്ക് കൊണ്ടോ ഒന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ചിഹിരോ മനസ്സിലാക്കുന്നു. സോ ഈ ബാറ്റിൽ ഇവിടെ വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ചിഹിരോ അവശേഷിക്കുന്ന സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരൊറ്റ മെയ് അറ്റാക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ടെൻട്രിക്ക് പോലും സ്പോട്ട് ചെയ്യാനാവാത്ത വിധം ജെറ്റ് സ്പീഡിൽ ചിഹിരോ മൂവ് ചെയ്യുന്നുണ്ട്. സ്പീഡിൽ ടെൻട്രിയുടെ തൊട്ട് പിന്നിൽ വന്നിട്ട് ചിഹിരോ വാൾ ഓങ്ങുമ്പോഴേക്കും ആ ഡാറ്റൻസെക്കിയുടെ റിയാക്ഷനിൽ ടെൻട്രിയുടെ ബോഡി ചിതറി തെറിച്ചു പോകുന്നു. സമയം അവസാനിച്ചു. അച്ഛാ എന്നോട് ക്ഷമിക്കൂ, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ടെൻട്രി അവിടെ മരിച്ചു വീഴുന്നു. ഇപ്പോൾ ടെൻട്രിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെ ഇമോഷണൽ ആയിട്ട് ചിഹിരോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹാക്കുരി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. സോയെ അവൻ അവിടെ ഡിഫീറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. എന്തായാലും മരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഡോറിനടുത്തേക്ക് പോകാം, ഒരുമിച്ച് നമുക്ക് ഇതിനൊരു അവസാനം ഉണ്ടാക്കാമെന്ന് ഹാക്കുരി ചിഹിരോയോട് പറയുന്നുണ്ട്. ഷിബയും ചിഹിരോയും ഹാക്കുരിയും കൂടെ ഇപ്പൊ ഡോർ തുറന്നിട്ട് ആ അണ്ടർഗ്രൗണ്ട് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഷിബ ഇപ്പൊ ഹാക്കുരിയോട് പറയുന്നുണ്ട്, എടാ മോനെ നീ ഒരു ജീനിയസ് തന്നെ, ഇതിപ്പോ നിനക്ക് 2 പവർ ഉണ്ടല്ലോ. എന്റെ കരിയറിൽ ഇതുവരെ 2 ഡിഫറന്റ് എബിലിറ്റീസ് ഉള്ള ഒരു മന്ത്രവാദിയെ ഞാൻ കണ്ടിട്ടില്ല എന്നും ഷിബ പറയുന്നു. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ അവനും ഈ കാര്യത്തിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. നീ വളരെ പെട്ടെന്ന് നിന്റെ ഉള്ളിലുള്ള ആ മന്ത്രവിദ്യയെ ഗ്രാസ്പ് ചെയ്തെടുത്തല്ലോ, അതും ഭയങ്കര അപൂർവമാണെന്നും ഷിബ പറയുന്നു. ഹാക്കുരി ഇപ്പൊ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനൊക്കെ തന്നെ നടക്കുമെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ചിഹിരോ? അതായത് ഹാക്കുരി പറഞ്ഞപ്പോ തന്നെ സോയയുമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ഹാക്കുരിയെ അനുവദിച്ചിട്ട് ചിഹിരോ താഴേക്ക് വന്നല്ലോ. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല, എന്തോ എനിക്കപ്പോ അങ്ങനെ തോന്നി. അതായത് നീ ഫൈറ്റ് ചെയ്യണമെന്ന് ഉറച്ച തീരുമാനത്തോടെ നിൽക്കുമ്പോൾ നിന്നെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ മിഷനിൽ നമ്മൾ തുല്യരായിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇപ്പൊ അവിടെയുള്ള ആ ടോവിലെ മന്ത്രവാദി ആ ബോധം കെട്ടി കിടക്കുന്ന ടോവിലെ മറ്റൊരുത്തനെ വിളിച്ചിങ്ങനെ ഉണർത്തുന്നുണ്ട്. ആ നുഴഞ്ഞു കയറിയവന്മാർ എമർജൻസി ഡോറിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. സ്റ്റോർ ഹൗസിൽ എത്തുന്നതിന് മുമ്പ് അവന്മാരെ തടയണമെന്ന് ഇവൻ പറയുന്നു. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഓപ്ഷൻ ഹാളിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് ക്യോര കാണുന്നുണ്ട്. ടെൻട്രി മരിച്ചു കിടക്കുന്നതും അവന്റെ അടുത്ത് ഷിബയും ചിഹിരോയും നിൽക്കുന്നതും ഒക്കെ ക്യോര കാണുന്നുണ്ട്. ടെൻട്രി നിന്റെ മരണം വെറുതെ ആയിട്ടില്ല എന്ന് ക്യോര ഇപ്പൊ പറയുന്നുണ്ട്. കാര്യം ആ ക്ലൗഡ് ഗൗജറിന്റെ ഫുള്ള് പവറും ചിഹിരോ യൂസ് ചെയ്ത് കഴിഞ്ഞു. ചിഹിരോ ഈ കാര്യം പറയുമ്പോൾ ഷിബ പറയുന്നുണ്ട്, അത് സീനില്ല, നമുക്ക് നേരെ സ്റ്റോർ ഹൗസിൽ പോയി എന്റെ അങ്ങ് തിരിച്ചെടുത്താൽ മതിയല്ലോ. ഇപ്പോ ഹാക്കുരിക്കും സ്റ്റോർ ഹൗസ് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഷിബ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കും ക്യോര ചെയ്യുന്നത് പോലെ അതിനുള്ളിലെ സാധനങ്ങളൊക്കെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്ന്. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, അത് പറ്റില്ല. കാര്യം ഇവർ രണ്ടുപേരും ആക്സസ് ചെയ്യുന്ന സ്റ്റോർ ഹൗസുകൾ ഡിഫറന്റ് ആണ്. അതായത് രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള സ്പേസുകളാണ്. അപ്പോ ഈ എമർജൻസി ഡോർ എന്ന് പറയുന്ന ഒരു വഴിയേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിപ്പോ ആ സെമിത്തേരിയുടെ കതകിന്റെ പൂട്ട് പൊളിച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ ഒരു കാഴ്ച കണ്ടിട്ട് ഇവരങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തറയിലുള്ള എമർജൻസി ഡോർ തവിട് പൊടിയാക്കിയിട്ടിരിക്കുന്നു. ഇപ്പൊ ഇവരെ പോലെ തന്നെ ഇവരുടെ പുറകെ വന്ന ആ ടോയിലെ രണ്ടുപേരും ഇപ്പോഴാണല്ലോ ഈ സംഭവം അറിയുന്നത്. ഈ പൊളിഞ്ഞ ഡോറാണല്ലോ ഇത്രയും നേരം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തതെന്ന് ഓർത്ത് അവരും ഞെട്ടുന്നുണ്ട്. ടോവിന് പോലും ഈ കാര്യം അറിയില്ലായിരുന്നോ എന്നോർത്ത് ചിഹിരോ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ക്യോര പറയുന്നുണ്ട്, ഇത്തരം ഒരു ഗെയിമിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് ലൈനുകളാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടതെന്ന്.
ഇപ്പൊ ഇത് ചിഹിരോയെ തീർക്കാൻ വേണ്ടി വെച്ച ഒരു ട്രാപ്പ് ആയിരുന്നു. ആ എമർജൻസി ഡോർ കാണിച്ചിട്ട് ചിഹിരോയെയും പിന്നെ ടെലിപ്പോർട്ട് ആവാൻ കഴിവുള്ള ഷിബയെയും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുത്തിയിട്ട് എല്ലാരെയും ഇവിടെ ഇട്ട് തീർക്കാനുള്ള പ്ലാൻ. ഇപ്പൊ ഈ പൊളിഞ്ഞ ഡോർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ ടെൻറി അവന്റെ ജീവൻ കൊടുത്തതെന്ന് ഓർത്ത് ചിഹിരോ വിഷമിക്കുന്നുണ്ട്. അല്ല, അവന്റെ മരണം വെറുതെ ആയിട്ടില്ല എന്ന് ക്യോര ഇപ്പൊ പറയുന്നുണ്ട്. കാര്യം ക്ലൗഡ് ഗോജറിന്റെ പവർ ഇല്ലാതായി. അതേപോലെ തന്നെ ആ ഫൈറ്റിന് ശേഷം ഷിബയുടെ കയ്യും ആകെ പണി കിട്ടിയിരിക്കുകയാണ്. ഇനിയും ടെലിപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുന്ന പരിപാടിയൊന്നും നടക്കില്ല. ഇപ്പൊ അവിടെ നിൽക്കുന്ന ആ ടോയിലെ രണ്ടുപേരും ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ടെൻറിയുടെ മരണം വെറുതെ ആകാൻ പാടില്ല എന്ന് അവർ പറയുന്നു. ഇപ്പോ ക്യോരയാണെങ്കിൽ ഈ ആർക്കിന്റെ ആദ്യം പറഞ്ഞ ഡയലോഗ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ തന്നെയാണ് വേട്ടക്കാര്, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വിരിച്ച ട്രാപ്പാണ്. ഇപ്പൊ ഇങ്ങനെ പണി മൊത്തത്തിൽ പാളിയത് കണ്ടിട്ട് ഷിബ ഇവരോട് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. കാര്യം ജയിക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ചിഹിരോ ഇപ്പൊ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ഇപ്പൊ എന്ത് നേടാനാണ്? എന്തായാലും ഫൈറ്റ് ചെയ്യുക തന്നെ എന്ന് വിചാരിച്ച് ചിഹിരോ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഹാക്കുരിയുടെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ തെളിയുന്നുണ്ട്. അതായത് ഹാക്കുരിയുടെയും ടെൻറിയുടെയും കുട്ടിക്കാലത്ത് ക്യോര അവരോട് സംസാരിച്ച ആ ഒരു സീൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഹാക്കുരിയുടെ മൈൻഡിലേക്ക് വന്നു. സോ ഇവന്റെ പ്ലാൻ ഷെയർ ചെയ്യാനായിട്ട് ഇവൻ ഷിബയെ വിളിക്കുന്നുണ്ട്. ഇനി നമ്മളെ ലേലം നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. കായ ക്ലാനിലുള്ള ഒരാളുടെ മാംസമാണ് ഇപ്പൊ അവിടെ ലേലത്തിന് വെച്ചിരിക്കുന്നതെന്ന് ക്യോര വിളിച്ചു പറയുന്നുണ്ട്. ഷാറിന്റെ ആ ക്യോനാഗി ക്ലാൻ പോലെ എന്തൊക്കെയോ കുറെ ഫിസിക്കൽ എബിലിറ്റീസ് ഉള്ള ഒരു ക്ലാനാണ് ഈ കായ ക്ലാൻ. ഈ ലേലം ഇപ്പൊ ഇങ്ങനെ ചൂട് പിടിച്ച് നടക്കുമ്പോൾ ഹാക്കുരി അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വരുന്നുണ്ട്. ക്യോര ഇപ്പൊ പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി, സ്റ്റോർ ഹൗസ് തുറക്കാനുള്ള വഴി നീ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് രണ്ടുപേർക്കും ആക്സസ് ഉള്ള സ്റ്റോർ ഹൗസുകൾ രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള സ്പേസുകളാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് സെയിം രീതിയിലാണ്. സോ ഒരു റൂമിന്റെ ഡോർ തുറന്ന് കയറുന്നത് പോലെ തന്നെ ഹാക്കുരിക്ക് ക്യോരയുടെ സ്പേസിലേക്ക് കയറാൻ ഒരു വഴിയുണ്ട്. അതാണ് ഹാക്കുരി അവിടെ ഇരുന്ന് ചിന്തിച്ചത്. അതായത് ക്യോര പണ്ട് പറഞ്ഞിരുന്നല്ലോ സസനാമി ക്ലാനിലുള്ളവർ തമ്മിൽ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് മന്ത്രവിദ്യകൾ തലമുറയായിട്ട് കൈമാറാൻ കഴിയുന്നതെന്ന്. ക്യോര ഇപ്പൊ ഹാക്കുരിയോട് പറയുന്നുണ്ട് നിന്റെ കഴിവുകൾ എന്റെ കണ്ണിൽ പെടാതെ പോയി, അതെന്റെ തെറ്റാ. പക്ഷെ ഇപ്പോ നീ എന്റെ ശത്രുവാണ്, നമ്മൾ തമ്മിൽ ഇപ്പൊ യാതൊരു കണക്ഷനും ഇല്ല, അതുകൊണ്ട് നീ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യം വർക്കാവാൻ പോകുന്നില്ല. ഹാക്കുരിയുടെ മൈൻഡിലും അവന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അറുത്ത് മുറിച്ച് കളയണമെന്ന് തന്നെ ആയിരുന്നു. ഇപ്പൊ പണ്ട് ഹാക്കുരിയെ അവന്റെ സഹോദരങ്ങൾ ബുള്ളി ചെയ്യുമ്പോൾ അത് മുകളിൽ നിന്ന് കണ്ടിട്ടും കാണാത്ത രീതിയിൽ നടിക്കുന്ന ക്യോരയെ പറ്റി ഹാക്കുരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് ഹാക്കുരി അന്നവിടെ നിന്നത് തന്നെ ഇവന്റെ അച്ഛൻ ഇവനെ അഭിനന്ദിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ്. ഇപ്പോഴും ഹാക്കുരിയുടെ മൈൻഡിൽ ആ ആഗ്രഹമുണ്ട്. സോ ഹാക്കുരി അവന്റെ അച്ഛനുമായിട്ട് മെന്റലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ പ്ലെയർ എടുത്തിട്ട് അത് ക്യോരയുടെ സ്റ്റോർ ഹൗസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ആ എൻഡന്റെ അടുത്തായിട്ട് പോയി വീഴുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ചിഹിരോയും അങ്ങോട്ടേക്ക് പടി ഇറങ്ങി വരുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ ചിഹിരോയോട് പറയുന്നു ആ സ്റ്റോർ ഹൗസിനകത്തിരിക്കുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഞാൻ എന്റെ കയ്യിലിരുന്ന ഒരു ഐറ്റം അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെനിക്ക് കഴിയുമെന്ന്. ക്യോര ഇപ്പൊ ഉടനെ സ്റ്റോർ ഹൗസിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തറയിൽ നിന്നൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നു. പുള്ളി ചെന്ന് നോക്കുമ്പോൾ തറയിൽ ഇപ്പൊ ഹാക്കുരി ഇട്ട ആ പ്ലെയർ കിടപ്പുണ്ട്. മുകളിൽ നിന്ന് ഇപ്പൊ എന്തോ താഴേക്ക് വരുന്നതായിട്ട് ക്യോര ശ്രദ്ധിക്കുന്നു. നോക്കിയാൽ അത് ചിഹിരോയാണ്. ഹാക്കുരി ചിഹിരോയെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. താഴെ ഇരിക്കുന്ന എൻഡൻ ഇപ്പൊ ചിഹിരോയുടെ കണ്ണിൽ പെടുന്നുണ്ട്. ക്യോര ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന ക്ലൗഡ് ഗോജറിന് ഇപ്പൊ പവർ ഇല്ല, എന്നിട്ടും ഇത് എന്ത് ധൈര്യത്തിലാണ് അവൻ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയതെന്ന്. ക്യോരയാണെങ്കിൽ ഇപ്പോ ഈ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്നത് എന്റെ തട്ടകമാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ തറ മുഴുവൻ ഒരു കൂർത്ത ആയുധം പോലെ ഷേപ്പ് ചെയ്ത് ചിഹിരോയ്ക്ക് നേരെ വിടുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ പെട്ടെന്ന് ഈ മൂവ് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഇങ്ങേർക്കപ്പോ ഈ സ്പേസ് ഇങ്ങേരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയുമോ എന്ന് അവനിങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ ഇത് വിഷയമാണല്ലോ, ചിഹിരോ ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന ക്ലൗഡ് ഗോജർ വെച്ചിട്ട് ഒരൊറ്റ അറ്റാക്ക്, അവസാനമായിട്ട് ഒരൊറ്റ അറ്റാക്കിനും കൂടെ നീ എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മെയ് ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ അതിൽ നിന്ന് ആ മിന്നൽ വരാൻ ആരംഭിക്കുമ്പോഴത്തേക്ക് ക്ലൗഡ് ഗോജർ ഇങ്ങനെ തവിട് പൊടിയാവാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം. സ്റ്റോർ ഹൗസിൽ ആ കൂട്ടിനുള്ളിൽ കിടക്കുന്ന ആൾക്കാർ ഇപ്പൊ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇനാസുമയുടെ ചേച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ആ മുകളിലേക്ക് ഉയർന്നു വന്ന തറ മുഴുവൻ ചിഹിരോ ആ ക്ലൗഡ് ഗോജറിന്റെ ഫൈനൽ അറ്റാക്ക് വെച്ചിട്ട് ചെതറിച്ചു വിടുന്നുണ്ട്. ഹാക്കുരിയും പിന്നെ ഇനാസുമയുടെ ചേച്ചിയൊക്കെ ഇപ്പൊ ഇങ്ങനെ ചിഹിരോ അവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തത് കാണുന്നു. ഇപ്പോ ക്യോരയുടെ മുന്നിലായിട്ട് വന്ന് ലാൻഡ് ചെയ്ത ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതായത് ഹാക്കുരി ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും തുല്യരായിട്ടുള്ള പാർട്ട്നേഴ്സ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ എന്ന് പറയുന്നത് ഹാക്കുരിയുടെ ഫാമിലിയാണ്. റാക്കുസായിച്ചി പോലത്തെ ഒരു ഈവിളായിട്ടുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആ സ്വന്തം ചേട്ടനെ പോലും ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയവനാണ് ഹാക്കുരി. അതേസമയം ചിഹിരോ ആണെങ്കിൽ അവന്റെ പേഴ്സണൽ ഫീലിങ്സ് കാരണം 2 തവണ മടിച്ചു നിന്നു.
അതായത് ആദ്യം സോയയെ കൊല്ലാൻ ചാൻസ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടു. അതേപോലെ ടെൻറിക്ക് നേരെ വാൾ ഓങ്ങുമ്പോഴും ചിഹിരോ ഒന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോ കയ്യിൽ നിന്ന് ആ പൊടിഞ്ഞു പോകുന്ന ക്ലൗഡ് ഗോജറിനോട് ചിഹിരോ നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന എൻഡൻ കയ്യിലെടുത്തിട്ട് ചിഹിരോ പറയുന്നുണ്ട്, ഇനി ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കില്ല, ക്യോരയെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് കൊന്നിരിക്കും. അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ എൻചാന്റഡ് ബ്ലേഡ് പിടിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരുത്തനായി പോകും ഞാൻ. ഇത്രയും പറഞ്ഞിട്ട് എൻഡൻ ഇപ്പൊ അവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഹാക്കുരി ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, ചിഹിരോ പ്ലീസ് എന്റെ അച്ഛനെ കൊന്നുകളയാൻ നീ മടിക്കരുത്, ഉറപ്പായിട്ട് ഞാൻ ആ പണി വൃത്തിയായിട്ട് ചെയ്യുമെന്ന് ചിഹിരോയും പറയുന്നു. ചിഹിരോ ഇപ്പോൾ ക്യോരയെ തീർക്കാനായിട്ട് തന്നെ ഉറപ്പിച്ചിട്ട് നിഷിക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സെക്കൻഡുകൾ മുമ്പ് നടന്നൊരു കാര്യം നമ്മളെ കാണിക്കുകയാണ്. അതായത് ആ പടിയിലിരിക്കുന്ന ഹാക്കുരി ചിഹിരോയോട് പറഞ്ഞിരുന്നു, സ്റ്റേജിലുള്ളത് അച്ഛനല്ല, അത് അച്ഛന്റെ ഒരു പ്രൊജക്ഷൻ ആണ്, ശരിക്കും അച്ഛൻ ഇപ്പോൾ സ്റ്റോർ ഹൗസിലാണുള്ളത്. ഇതിപ്പോ ക്യോര മുൻപും ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. ഈ ആർക്കിന്റെ തുടക്കത്തിൽ സസനാമി എസ്റ്റേറ്റിൽ നുഴഞ്ഞു കയറിയ ചിഹിരോയ്ക്ക് ഷിബയ്ക്കും ഒക്കെ ഷിനിച്ചിയുടെ സ്റ്റോർ ഹൗസിന്റെ ഒക്കെ പ്രൊജക്ഷൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്യോര. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി, എനിക്കിനിയിപ്പോ നിന്നെ സ്റ്റോർ ഹൗസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് ഇപ്പൊ ഹാക്കുരി ഒന്ന് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, അല്ല എന്നെ കൊണ്ട് ഇപ്പൊ എന്റെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമെന്ന്. ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാമല്ലോ, സ്റ്റോർ ഹൗസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാധനങ്ങളെ ക്യോരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ എൻഡൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ക്യോരയെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് അവിടുന്ന് എങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ചിഹിരോയുടെ സ്പിരിറ്റ് എനർജി നിറച്ചു വെച്ചിട്ടുണ്ടല്ലോ. സോ അത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഒരു തടസ്സമാണ്. ഇപ്പോ ചിഹിരോയെ അകത്തേക്ക് കയറ്റി വിടാനായിട്ട് ഹാക്കുരി ചിഹിരോയെ രജിസ്റ്റർ ചെയ്തല്ലോ. സോ ഇപ്പൊ ചിഹിരോയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതോടുകൂടി എൻഡനും സ്റ്റോർ ഹൗസിൽ രജിസ്റ്റർ ആയി, സെയിം സ്പിരിറ്റ് എനർജി. സോ ഇനി ഹാക്കുരിക്ക് സിമ്പിൾ ആയിട്ട് എൻഡൻ ട്രാൻസ്പോർട്ട് ചെയ്യാം. പക്ഷേ ആ സിമ്പിൾ വഴി ചിഹിരോ തിരഞ്ഞെടുക്കുന്നില്ല. കാര്യം ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പോക്ക് വെച്ചിട്ടാണെങ്കിൽ ക്യോരയെ കൊന്നു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് ഇല്ലാതാകും എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. അതുമല്ല, ഹാക്കുരിയുടെ ഇപ്പോഴത്തെ ഒരു പവർ ലെവൽ വെച്ചിട്ട് ക്യോര മരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹാക്കുരിക്ക് ആ സ്റ്റോർ ഹൗസിന്റെ കൺട്രോൾ ഏറ്റെടുക്കാം. സോ ഇപ്പൊ അവിടുന്ന് സിമ്പിൾ ആയിട്ട് എൻഡൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് പകരം ചിഹിരോയെ സ്റ്റോർ ഹൗസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചിഹിരോ ഹാക്കുരിയോട് പറയുന്നു. സ്റ്റോർ ഹൗസിലേക്ക് ചെന്ന് അവിടെ നിൽക്കുന്ന യഥാർത്ഥ ക്യോരയെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ ഈ മിഷൻ അങ്ങ് കംപ്ലീറ്റ് ആവുമല്ലോ. ഇപ്പോ പ്രസന്റിലെ ക്യോരയുടെ മുന്നിൽ നിൽക്കുന്ന ചിഹിരോ ഇപ്പൊ കുറോ ഷ്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യോര ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു, ഹാക്കുരിയെ ഞാൻ നിങ്ങൾക്ക് തന്നപ്പോ നിങ്ങൾ എനിക്ക് എൻഡൻ തന്നു, സോ എൻഡൻ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കും. ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലും ക്യോര വളരെ കാമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ചിഹിരോയ്ക്ക് അത്ഭുതം വരുന്നുണ്ട്. അവൻ ക്യോരയോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലേ? ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, റിസൾട്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും, എന്തൊക്കെ വന്നാലും റാക്കുസായിച്ച് ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ ഹാക്കുരിയിൽ വിശ്വസിക്കണമായിരുന്നു, അവനായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്നിപ്പോ ചിഹിരോ ക്യോരയോട് പറയുന്നുണ്ട്. ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, നിന്നോട് തർക്കിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എൻഡനും റാക്കുസായിച്ചിക്കും വേണ്ടിയുള്ള ജീവൻ പണയം വെച്ചുള്ള യുദ്ധം നമുക്കിപ്പോ ആരംഭിക്കാം. ചിഹിരോ ഇപ്പൊ ആ ബ്ലാക്ക് ഗോൾഡ് ഫിഷുകളെ ഇങ്ങനെ മുന്നിലേക്ക് വിട്ടിട്ട് പെട്ടെന്ന് അതിനിടയിലൂടെ പാഞ്ഞു വന്ന് ക്യോരയുടെ കഴുത്തിന് നേരെ വാള് വീശുന്നുണ്ട്. ഉടനെ ഇപ്പൊ ക്യോര അങ്ങേരുടെ പവർ വെച്ച് തറയിൽ നിന്നൊരു കറ്റാന ചിഹിരോയുടെ നേർക്ക് ഉയർത്തി വിടുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ ചാടി മാറുന്നു, അതും ചിഹിരോയുടെ കൂടെ മേളിലേക്ക് പോവുകയാണ്. ചിഹിരോയുടെ അറ്റാക്ക് കഴുത്തിന് തൊട്ട് അടുത്ത് വരെ വന്നെന്ന് ഇപ്പൊ ക്യോര ചിന്തിക്കുന്നുണ്ട്. ക്യോരയുടെ പവേഴ്സ് കണ്ടിട്ട് ഇങ്ങേരൊരു ചില്ലറ പുള്ളിയല്ലാന്ന് ചിഹിരോയും മനസ്സിലാക്കുന്നുണ്ട്. ക്യോര ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അതായത് ഇങ്ങേര് റാക്കുസായിച്ചിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് ചിഹിരോ മനസ്സിലാക്കിയ സ്ഥിതിക്ക് സസനാമി എസ്റ്റേറ്റിൽ വെച്ച് നടന്ന ഫസ്റ്റ് ഫൈറ്റില് ഇവിടെ ഈ ലേലത്തിന് വെച്ചിരിക്കുന്ന ആൾക്കാരെ കൊല്ലും എന്ന് പറഞ്ഞ് ചിഹിരോയെ ഭീഷണിപ്പെടുത്തിയല്ലോ, ആ പരിപാടി ഇനി നടക്കില്ല എന്ന്. സോ ഇപ്പൊ ക്യോര അവിടുത്തെ ആ തറ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. പുറത്തു വെച്ചാണെങ്കിൽ എൻചാന്റഡ് ബ്ലേഡ് കയ്യിലുള്ള ചിഹിരോയുമായിട്ടൊരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ എന്ന് ക്യോരയ്ക്ക് ഉറപ്പില്ല. പക്ഷേ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്നത് ക്യോരയുടെ സ്വന്തം ഏരിയ ആണല്ലോ. സോ ഇവിടെ വെച്ച് ചിഹിരോയെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ടിപ്പോ ചിഹിരോയ്ക്ക് നേരെ വൈഡ് റേഞ്ചിൽ ഒരു അറ്റാക്ക് ക്യോര ലോഞ്ച് ചെയ്യുന്നുണ്ട്. ചിഹിരോ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കഷ്ടിച്ചൊഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, ഇവൻ നല്ല ഫാസ്റ്റർ ആണ്, പക്ഷേ ഈ തറയിലൂടെ കറ്റാനെ ഉപയോഗിച്ച് മാത്രമല്ല എനിക്ക് ഇവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ അയാൾ കുറെ ഗ്രനേഡ്സ് ചിഹിരോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. അവിടെ ഭയങ്കര ഒരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നു. ഹാക്കുരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇത് പ്രശ്നമാകും, ഇതിൽ നിന്നൊക്കെ ചിഹിരോയ്ക്ക് സ്പീഡ് വെച്ച് മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ കഷ്ടിച്ചൊഴിഞ്ഞു മാറുന്ന ചിഹിരോയ്ക്ക് നേരെ ഇപ്പൊ കൂടുതൽ ഗ്രനേഡുകൾ ക്യോര വിട്ടോണ്ടിരിക്കുകയാണ്. ചിഹിരോ ഇപ്പൊ ആ ഗ്രനേഡുകൾ അവന്റെ വാള് കൊണ്ട് വെട്ടുന്നുണ്ട്. ക്യോര ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ചുമ്മാ ഇത് വാള് കൊണ്ട് വെട്ടിയിട്ട് എന്താ ഗുണം? പക്ഷെ ചിഹിരോ ഇവിടെ ബുദ്ധി പ്രയോഗിച്ചു ഗൈസ്. അവൻ ആ വാള് കൊണ്ട് വെട്ടിയിട്ട് അതിലൂടെ ഒഴുകുന്ന സ്പിരിറ്റ് എനർജി ആ ഗ്രനേഡുകളിലേക്ക് നിറച്ചു. ഇപ്പോ ചിഹിരോയുടെ ആ സ്പിരിറ്റ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഹാക്കുരിക്ക് ആ ഗ്രനേഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാം. അവൻ അത് ചെയ്യുന്നുമുണ്ട്. ഇപ്പൊ അവനത് ട്രാൻസ്പോർട്ട് ചെയ്ത് വിടുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലേലം വിളിച്ചോണ്ടിരിക്കുന്നവന്മാരുടെ ഇടയിലേക്കാണ്. വിഷയം ബാനില് ഗൈസ്. ഓപ്ഷൻ ഹോള് ഫുൾ എക്സ്പ്ലോഷൻ.
പടിയിൽ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന ഹാക്കുരി. ഇപ്പൊ ഈ ബോംബ് പൊട്ടുന്നത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ പരിഭ്രാന്തരാകുന്നുണ്ട്. ഇവർ ഈ ചെയ്ത ടെക്നിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ക്യോര പറയുന്നുണ്ട്, ഇതാണോ നിന്റെ കൗണ്ടർ അറ്റാക്ക്? ഇതുകൊണ്ട് എന്നെ ഒന്ന് മുറിവേൽപ്പിക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ. എനിക്ക് ഇനിയും കുറെ ആയുധങ്ങൾ കമാൻഡ് ചെയ്ത് വരുത്താൻ കഴിയും. നിങ്ങൾ എത്ര നേരം ഇങ്ങനെ ഈ വെപ്പൺസ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും? എന്തായാലും ക്ഷീണിക്കുമല്ലോ. എന്തൊക്കെ വന്നാലും ഞാൻ റാക്കുസായിച്ചിയെ പ്രൊട്ടക്ട് ചെയ്യും. നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ക്യോര പെട്ടെന്ന് ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ കൂട്ടിൽ കിടന്ന കുറെ ആൾക്കാരെ കാണാനില്ല. ഇപ്പൊ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിഹിരോ അവന്റെ ആ ഗോൾഡ് ഫിഷിന്റെ ഫോമിലുള്ള സ്പിരിറ്റ് എനർജി അവിടെ കൂട്ടിലിരിക്കുന്ന കുറെ ആളുകളിലേക്ക് ഇതിനകം ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഹാക്കുരി അപ്പൊ തന്നെ ആ ആൾക്കാരെ ട്രാൻസ്പോർട്ടും ചെയ്യും. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ക്യോര ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അയാളിപ്പോ ആലോചിക്കുന്നുണ്ട്, ഫൈറ്റിനിടയിലും ഇവൻ ഇവിടുത്തെ ഈ ആൾക്കാരെ പുറത്തെത്തിക്കുന്ന കാര്യത്തിന് മുൻഗണന കൊടുത്തു. അതേപോലെ ആ കുറോഷ് റെഡ് അറ്റാക്ക് ചിഹിരോ ചെയ്തത് ഒരു മറ സൃഷ്ടിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അവന്റെ സ്പിരിറ്റ് എനർജിയെ ആ കുറെ ഗോൾഡ് ഫിഷുകളുടെ രൂപത്തിൽ ഈ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ ചെയ്തതാണത്. ഇതെല്ലാം ഇപ്പോഴാണ് ക്യോരയ്ക്ക് കത്തുന്നത്. ആ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം ചെതറി ഓടുകയാണ്. എല്ലാം തീർന്നു, റാക്കുസായിച്ചി അവസാനിച്ചു എന്നും പറഞ്ഞ് അവരിങ്ങനെ കൂട്ടത്തോടെ ഓടുമ്പോ ക്യോര ആ ഓടിപ്പോകുന്ന ആൾക്കാരെ എല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല, ലേലം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും, എല്ലാവരും തിരിച്ചു വരൂ. എൻചാന്റഡ് ബ്ലേഡ് ആയിട്ടുള്ള ഷിനിച്ചി നമ്മൾ രാത്രിയിലല്ല ഇപ്പോൾ ഇവിടെ വെച്ച് ലേലം ചെയ്യാൻ പോവാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ സ്റ്റോർ ഹൗസിൽ ഇനി അവശേഷിക്കുന്ന ആളുകളെ ഇട്ടിരിക്കുന്ന കൂടെല്ലാം ക്യോര അവിടുത്തെ ആ തറ ഉപയോഗിച്ച് ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. ഇനാസുമയുടെ ചേച്ചിയൊന്നും സ്റ്റോർ ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. നിന്നെ ഞാൻ തീർക്കുമെടാന്ന് ഇപ്പൊ പുള്ളി ചിഹിരോയോട് പറയുന്നുണ്ട്. ഹാക്കുരി, നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിലാക്കണമെന്ന് ചിഹിരോ പറയുന്നു. ഓക്കെ എന്ന് ഹാക്കുരിയും പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോർ ഹൗസിൽ നിന്ന് ചിഹിരോ രക്ഷിച്ച ആൾക്കാരെയൊക്കെ ഹാക്കുരി ആ റാക്കുസായിച്ച് നടക്കുന്ന ബിൽഡിങ്ങിന് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കാര്യം നോക്കിയിട്ട് വരാനായിട്ട് ഹിനാവോ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഷാർ ആണെങ്കിൽ ഇനാസുമയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ചേച്ചി ആ കൂട്ടത്തിലുണ്ടോ എന്ന്. ഇപ്പോൾ അവന്റെ ചേച്ചിയെ രക്ഷിക്കാൻ ചിഹിരോയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അവശേഷിക്കുന്ന കൂടെല്ലാം ക്യോര മൂടിയിട്ടുണ്ട്. ഗോൾഡ് ഫിഷുകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ക്യോര ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടും പൂർണ്ണമായിട്ട് ഇത് ഫലം കാണാതെ പോയല്ലോ എന്ന്. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, നോ പ്രോബ്ലം, മരണം വരെ തന്നോട് ഫൈറ്റ് ചെയ്യാൻ തന്നെ എന്റെ പ്ലാൻ എന്ന്. ഹാക്കുരിക്ക് ഇപ്പൊ തന്നെ ആകെ വയ്യാതായി കാണുമെന്നുള്ള കാര്യം ക്യോര പറയുന്നുണ്ട്. കാര്യം ഒരാളുടെ മൈൻഡ് ഒരു സബ്സ്പേസിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. അധികമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറ് ഫ്രൈ ആയി പോകുമെന്ന് ക്യോര പറയുന്നു. ഹാക്കുരിക്കാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ. അച്ഛൻ എന്ത് കൂളായിട്ടാണ് ചിഹിരോയുമായിട്ട് ഫൈറ്റും ചെയ്ത് ഇത് മാനേജ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. നിങ്ങൾ രണ്ടും എന്തായാലും ഇപ്പൊ എന്നെ തോൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് ക്യോര പറയുന്നു. എന്നിട്ട് ആ ഓപ്ഷൻ ഹോളിൽ നിൽക്കുന്ന ക്യോര, അതായത് ആ പ്രൊജക്ഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, സസനാമി ക്ലാനിലെ നിരവധി ആൾക്കാർ ജീവൻ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത ഈ റാക്കുസായിച്ചി ഇപ്പോ അതിന്റെ പീക്കിലെത്തി നിൽക്കുകയാണ്. കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് 2 എൻചാന്റഡ് ബ്ലേഡ്സ് ആണ് ലേലം ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഷിനുച്ചി നേരത്തെ ലേലം ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ പാനിക് ആയിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഷിനുച്ചി ലേലം വിളിച്ച് സ്വന്തമാക്കാനായിട്ട് വന്ന ആ കമുനാബി ടീമിലെ പെൺകുട്ടിയാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട്. കാര്യം ഇത്രയും വിഷയം നടന്നിട്ട് ഓമാർ ഇവിടുന്ന് ഓടിപ്പോകുന്നില്ലല്ലോ, പിന്നെ ലേലം വിളിക്കാൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. അവളുടെ പാർട്ട്ണർ ഇപ്പൊ പറയുന്നുണ്ട്, അതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാര്യം ഒരു എൻചാന്റഡ് ബ്ലേഡിന്റെ ലേലം എന്നൊക്കെ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. അതിന്റെ കൂടെ ഇവൻ പറയുന്നുണ്ട്, എത്ര നേരം പക്ഷേ ഈ ലേലം ഇങ്ങനെ തുടരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേജിലുള്ളത് ക്യോരയുടെ പ്രൊജക്ഷൻ ആണെന്ന് ഇവൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ചിഹിരോയെ പിടിക്കാനായിട്ട് പോയ ഹിയുക്കിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. സോ ചിഹിരോയും റിയൽ ആയിട്ടുള്ള ക്യോരയും തമ്മിൽ എവിടെ ഫൈറ്റ് നടക്കുകയാണെന്ന് ഇവൻ ഊഹിക്കുന്നു. സോ അപ്പൊ ക്യോര അവിടുത്തെ കാര്യം മാനേജ് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്റ്റേജിലെ കാര്യം നുഴഞ്ഞു കയറാതിരിക്കാനും നോക്കുന്നുണ്ട്. അതായത് അങ്ങേരുടെ മന്ത്രവിദ്യ ഇപ്പൊ ഫുൾ പൊട്ടൻഷ്യലിലാണ് അങ്ങേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് എത്ര നേരം ഇങ്ങനെ തുടരുമെന്ന് എനിക്ക് ഡൗട്ടാണെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ക്യോരയാണെങ്കിൽ അവിടെ ചിഹിരോയുടെ അടുത്ത് നിന്റെയൊക്കെ ഈ തോന്നിവാസം ഞാൻ നിർത്തിത്തരാടാന്നും പറഞ്ഞ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ തനിക്ക് ഇമോഷണൽ ആവാൻ അറിയാല്ലേ, പക്ഷെ തന്റെ മക്കള് മരിച്ചപ്പോ എന്താടോ തന്റെ ഇമോഷൻ ഒന്നും കാണാഞ്ഞതെന്ന് ചിഹിരോ ഇപ്പൊ ക്യോരയോട് ചോദിക്കുന്നു. ക്യോര പറയുന്നുണ്ട്, അതിന് റാക്കുസായിച്ചി അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ, സോ എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ മക്കള് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഇപ്പോ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്റെ ഡ്യൂട്ടിയാണ്. താനൊക്കെ ഒരു തന്തയാണോടോ എന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്. ക്യോര ഇപ്പൊ പറയുന്നുണ്ട്, ഒരു നല്ല തന്ത എങ്ങനെയാണോ എന്നുള്ള നിന്റെ കാഴ്ചപ്പാട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സ്കെയിൽ കൊണ്ട് നീ എന്നെ അളക്കാൻ വരണ്ട, നിനക്ക് ആള് മാറിപ്പോയി. ഞാൻ ഈ സസനാമി ക്ലാനിന്റെ ഹെഡാടാ. എന്നിട്ടിപ്പോ ക്യോരയാണെങ്കിൽ ആ ചിഹിരോ നിൽക്കുന്ന തറ ഇനി താഴേക്ക് വലിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കൂർത്ത ഭാഗങ്ങൾ ചിഹിരോയ്ക്ക് നേരെ വിടുന്നു. ഇപ്പൊ അതെല്ലാം ചെന്ന് കുത്തി കയറുന്നുണ്ട് ചിഹിരോയുടെ ജാക്കറ്റിന്റെ മണ്ടയിലേക്ക്. ചിഹിരോ ആ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തു. ഇപ്പോ ചിഹിരോയുടെ എനർജി തീരാറായിരിക്കുകയാണ്. അവൻ കഷ്ടിച്ചാണ് അറ്റാക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്. അതേപോലെ തന്നെ ഈ സ്പേസ് ഇങ്ങേരുടെ തട്ടകമാണെന്ന് ഇയാൾ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല. ഇവിടെ മുഴുവൻ ഇയാളുടെ നിയന്ത്രണം
നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് ചിഹിരോ ചിന്തിക്കുന്നു. ഇപ്പോ ക്യോരയുടെ എനർജി തീരാറായിട്ടുണ്ട്. പുള്ളിയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നത് കാണും. ഇപ്പോ ഹാക്കുരിയുടെ വെടി പൂർണ്ണമായിട്ടും തീർന്നു കാണും. സോ ചിഹിരോയ്ക്ക് ഇനി എന്റെ ഗ്രനേഡുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് ക്യോര ഇപ്പൊ അവന് നേരെ ബോംബ് എറിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ കുറോ ഷ്രെഡ് ക്യോരയ്ക്ക് നേരെ പ്രയോഗിക്കാൻ പോവാണ്. കുറോ ഷ്രെഡ് നമുക്കറിയാമല്ലോ, മിനി കുറോസിന്റെ ഒരു മൾട്ടിപ്പിൾ സ്ലാഷ് ആണ്. ക്യോരയാണെങ്കിൽ ഇപ്പൊ ആ തറ പുള്ളിയുടെ മുന്നിലായിട്ട് ഒരു ബാരിയർ പോലെ ഉയർത്തുന്നുണ്ട്. ഇപ്പൊ ആ മൾട്ടിപ്പിൾ സ്ലാഷസ് ഏറ്റിട്ട് ആ ഉയർത്തിയ ബാരിയർ കഷണം കഷണമായിട്ട് ചെതറി പോകുന്നുണ്ട്. പക്ഷെ അവൻ എന്നെ തൊടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് ക്യോര ഇങ്ങനെ നിൽക്കുമ്പോ എൻഡൻ ചിഹിരോ ക്യോരയ്ക്ക് നേരെ എറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ എൻഡൻ ആണെങ്കിൽ ക്യോരയുടെ കണ്ണിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഉടനെ ഇങ്ങനൊരു വാള് സമ്മൺ ചെയ്തിട്ട് അത് വെച്ച് എൻഡൻ തട്ടി പുറകിലേക്ക് വിടും. നിന്റെ ഈ പ്ലാനും പാളിപ്പോയലോടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ചിഹിരോയ്ക്ക് നേരെ ഗ്രനേഡ്സ് എറിയുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോ എല്ലാം അവസാനിച്ചു എന്ന് ആലോചിച്ച് ക്യോര ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ക്യോരയുടെ പിന്നിലായിട്ട് ആ തെറിച്ചു പോയ എൻഡനും പിടിച്ചോണ്ട് ചിഹിരോ വന്ന് അങ്ങനെ സ്ലാഷ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഹാക്കുരി ചിഹിരോയെ അവിടുന്ന് ഈ സൈഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇപ്പോ ഹാക്കുരിയുടെ വെടി തീർന്നു എന്ന് വിചാരിച്ച ക്യോരയ്ക്ക് തെറ്റി. നീ ഇന്നിപ്പോ കുറെ തവണയായിട്ട് എന്റെ കണക്കുകളെല്ലാം തെറ്റിക്കുന്നു എന്ന് ക്യോര പറയുന്നുണ്ട്. പക്ഷെ ഈ തവണ ജയിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ക്യോര ചിഹിരോയുടെ കഴുത്തിന് നേരെ ഫാസ്റ്റ് ആയിട്ട് വാള് വീശുന്നുണ്ട്. ഇപ്പോ ചിഹിരോയുടെ ദേഹത്ത് ആ വാള് തട്ടുമ്പോഴാണ് ക്യോരയ്ക്ക് മനസ്സിലാവുന്നത് അതൊരു പ്രിവ്യൂ ആയിരുന്നു. അതായത് ക്യോരയുടെ ആ പ്രൊജക്ഷൻ ട്രിക്ക് വെച്ചിട്ട് ക്യോരയ്ക്ക് തന്നെ പണി കൊടുത്തു ഹാക്കുരി. ഇപ്പോ യഥാർത്ഥ ചിഹിരോ മുകളിൽ നിന്ന് വന്നിട്ട് ക്യോരയെ ഒരൊറ്റ വെട്ടിന് വെട്ടി പൊളക്കുന്നുണ്ട്. ഇപ്പോ പെട്ടെന്ന് ക്യോരയുടെ ഒരു ഓർമ്മ നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ഈ സെമിത്തേരി വെച്ച് പണ്ട് ഹാക്കുരിയോടും ടെൻട്രിയോടും ക്യോര സംസാരിച്ചിരുന്നല്ലോ. അവിടെ വെച്ച് ഹാക്കുരി ക്യോരയോട് പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും ഞാൻ ഭാവിയിൽ അച്ഛനേക്കാളിലും മുകളിൽ നിൽക്കുന്ന ഒരു ലീഡറായിട്ട് മാറുമെന്ന്. ഓ അങ്ങനെയാണോ, എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഹാക്കുരി എന്ന് ക്യോരയെ ഒന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതെന്തായാലും സത്യമായിട്ട് വന്നിരിക്കുകയാണ്. ക്യോര വെട്ടുകൊണ്ട് താഴേക്ക് വീഴുന്നു. ഉടനെ തന്നെ അയാളെ തറ ഒരു ഷീൽഡ് ആക്കിയിട്ട് അയാളെ അതിനുള്ളിലിട്ടങ്ങ് മൂടുകയാണ്. ചിഹിരോ ഇപ്പൊ ഇത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഇങ്ങേരിതെന്താണ് ഭൂമിക്കടിയിലേക്ക് പോയോ? ക്യോര ഇപ്പൊ അതിനുള്ളിൽ കിടന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, നല്ല ആഴത്തിലുള്ള മുറിവാണ്, എന്തായാലും ഇന്ന് തന്നെ ഞാൻ ചാവും. പക്ഷെ എന്ത് തന്നെ വന്നാലും റാക്കുസായിച്ച് തടസ്സപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യോര ഇപ്പൊ ആ ഷിനുച്ചി ഇരിക്കുന്ന ബോക്സ് അയാളുടെ അടുത്തേക്ക് സമ്മൺ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഷിനുച്ചി ലേലം വിളിച്ച് സ്വന്തമാക്കാൻ വന്ന കമുനാബി ടീമിലുള്ളവൻ പറയുന്നുണ്ട്, എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവർ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണല്ലോ ഈ ലൈഫ് ലോങ് കോൺട്രാക്ട്. ഇപ്പൊ ഈ ഷിനുച്ചി വെച്ചിരിക്കുന്ന ബോക്സ് നോക്കുകയാണെങ്കിൽ അത് മറ്റ് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ബോക്സിൽ നിന്ന് ഡിഫറന്റ് ആണ്. അതായത് അഡീഷണൽ ആയിട്ടൊരു സീലിംഗ് ഒക്കെ ഉണ്ട്. അത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരുപക്ഷെ ഈ ഷിനുച്ചിയുടെ പവേഴ്സ് വെറും ലൈഫ് ലോങ് കോൺട്രാക്ട് കൊണ്ട് മാത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമോ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഷീൽഡിനുള്ളിൽ കിടക്കുന്ന ക്യോരയാണെങ്കിൽ റാക്കുസായിച്ച് എന്തു വന്നാലും തുടരണം എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിനുച്ചി ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യോര അതും പിടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഓപ്ഷൻ ഹോളിലുള്ള പുള്ളിയുടെ ആ പ്രൊജക്ഷൻ ഇങ്ങനെ ഡിസ്റ്റോർട്ട് ആയി പോകുന്നുണ്ട്. എന്തോ ഗ്ലിച്ച് പോലെ വരുന്നതാണ്. പുള്ളി ഇപ്പൊ ആകെ ഗുരുതരാവസ്ഥയിലാണല്ലോ. ഇപ്പോ ആ ഹോളിൽ ഇരിക്കുന്ന ഒരു സ്ക്രീനിൽ സ്റ്റോർ ഹൗസിന്റെ പ്രൊജക്ഷൻ ഒക്കെ കാണുന്നുണ്ട്. ഇതിപ്പോ ഒരു പ്രൊജക്ഷൻ ആയിരിക്കുമെന്ന് ആ കമുനാബിയിലുള്ളവൻ മുൻപേ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോ നിങ്ങളുടെ തിയറി സത്യമാണെന്ന് തോന്നുന്നു ആ പെണ്ണ് പറയുന്നുണ്ട്. എന്തായാലും ക്യോര ഇപ്പൊ ഉടനെ ചാകും. പക്ഷെ എന്നാലും ഒരു ചാൻസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിഹിരോ ഇപ്പോ ക്യോര ഒളിച്ചിരിക്കുന്ന തറയിലേക്ക് കുറോ പ്രയോഗിക്കുകയാണ്. അറഞ്ചം പുറഞ്ചം സ്ലാഷ് ചെയ്യുന്നുണ്ട്. ക്യോരയ്ക്ക് ഇപ്പൊ അതെല്ലാം ഏൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോ ആ വെട്ടിപ്പൊളിച്ച തറയിലേക്ക് ചിഹിരോ ഇങ്ങനെ നോക്കുന്നു. ഇനി നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഷിനുച്ചി എന്തിനായിരിക്കും ഹിഷാക്കു ഇങ്ങനെ ഒരു ലേലത്തിന് വെച്ചതെന്ന് മുൻപ് ഷിബയും ചിഹിരോയും കൂടെ ഡിസ്കസ് ചെയ്ത ഒരു സീനാണ്. ഷിബ ഇപ്പൊ ചിഹിരോയോട് ഈ കാര്യത്തിൽ പുള്ളിയുടെ ഒരു തിയറി പറയുന്നുണ്ട്. അതായത് കമുനാബി വന്ന് ഈ വാള് ലേലം വിളിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഹിഷാക്കു ഷിനുച്ചി ലേലത്തിൽ വെച്ചത്. എൻചാന്റഡ് ബ്ലേഡ്സിനെല്ലാം എറ്റേണൽ കോൺട്രാക്ട് ഉണ്ടല്ലോ. സോ അതിന്റെ ഓണേഴ്സിനെ ഫസ്റ്റ് കൊന്നാലേ ഹിഷാക്കുവിന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. പക്ഷെ അതിനാദ്യം അവരുടെ ലൊക്കേഷൻ അറിയണം. അവരെ കമുനാബി സീക്രട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണല്ലോ. സോ ഇപ്പൊ ഷിനുച്ചി പോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻചാന്റഡ് ബ്ലേഡ് കമുനാബിയുടെ കയ്യിൽ എത്തിയാൽ അതിന് എന്ത് ചെയ്യണം, ഉപയോഗിക്കണോ വേണ്ടയോ, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കാരണം കമുനാബിയിൽ ഉറപ്പായിട്ട് ഒരു ചേരിതിരിവ് ഉണ്ടാവും. അങ്ങനെ സിസ്റ്റത്തിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കാരണം ഇവർക്ക് ഷിനുച്ചിയുടെ ഓണറായിട്ടുള്ള ആ മാസ്റ്റർ സോർട്സ്മാനെ വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റേണ്ടി വരും. സോ ഷിനുച്ചി കയ്യിൽ കിട്ടിയ ശേഷം കമുനാബിയിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം ഡിസ്ട്രാക്ഷൻസും താളപ്പിഴകളും ഒക്കെ ഹിഷാക്കുവിന് ആ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സിനെ കണ്ടെത്താനും അവരെ കൊന്നുകളയാനും ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കും. ഇപ്പോൾ എറ്റേണൽ കോൺട്രാക്ട് കൊണ്ട് മാത്രം ലിമിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഷിനുച്ചിയുടെ ആ ബോക്സിന്റെ മേലെ അഡീഷണൽ ആയിട്ട് ഒരു സീലും ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ സീല് കാരണം ചിഹിരോ പോലും ഇതുവരെ ഷിനുച്ചി നേരെ കണ്ടിട്ടില്ല. കമുനാബിയിലുള്ളവരാണ് ആ സീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കമുനാബിയിലെ 3 പേര്. ആ സീൽ ഓപ്പൺ ആക്കണമെങ്കിൽ ഇവരുടെ 3 പേരുടെയും ബയോ ഓതന്റിക്കേഷൻ വേണം. ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്. അതായത്
അതായത് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള മന്ത്രവാദിക്ക് വേണമെങ്കിൽ ഇവരുടെ ബയോ ഒതന്റിക്കേഷൻ ഇല്ലാതെ തന്നെ ഈ സീൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് ശിവ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ടെന്നും ശിവ പറയുന്നു. അതായത് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രവാദിയാണെങ്കിലും അയാൾക്ക് ഇത് ചെയ്തെടുക്കാൻ കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും വേണ്ടി വരും. സോ അങ്ങനെ സീല് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ലേലം ചെയ്യുന്ന ഇത്തരത്തിലൊരു പ്ലാൻ ഹിഷാക്കു തയ്യാറാക്കിയതെന്നാണ് ഇപ്പൊ ഷിബയുടെ തിയറി. ഇപ്പോ നേരെ പ്രസന്റിലേക്ക് വരികയാണ്. ചിഹിരോ ആ തറ പൊളിച്ചപ്പോ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിനുച്ചി വെച്ചിരുന്ന ആ ബോക്സ് ഓപ്പൺ ആയി കിടക്കുന്നു. അവിടെ ഷിനുച്ചി ഇല്ല, ക്യോരെ ഇല്ല. ഇപ്പൊ ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നടന്നത് കണ്ട് ചിഹിരോ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഹിഷാക്കു മന്ത്രവാദി ഉണ്ടല്ലോ, അങ്ങേരാരെയോ മീറ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. ചിഹിരോ ആ വെട്ടിയെടുത്ത അയാളുടെ കൈയൊക്കെ ഇപ്പൊ പഴയ പടിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് ആ കാര്യം റിവീൽ ചെയ്യുന്നത്. അതായത് ഷിനുച്ചി വെച്ചിരുന്ന ആ ബോക്സിന്റെ സീല് ബ്രേക്ക് ചെയ്തത് മറ്റാരുമല്ല, ഇവനാണ്. അതും 10 വർഷമൊന്നുമല്ല, വെറും 3 വർഷം എടുത്താണ് ഇവനത് ചെയ്തത്. ഇപ്പോൾ ഇവന്റെ ഓപ്പോസിറ്റ് 2 പേരിരിക്കുന്നുണ്ട്. അവർ ഹിഷാക്കുയിലെ മെമ്പേഴ്സ് ആയിരിക്കണം. അവരിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, 3 വർഷം എടുത്ത് കഷ്ടപ്പെട്ട് ആ സീല് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ആദ്യമേ ഓപ്പൺ ചെയ്തെടുത്തില്ല എന്ന്. അതേപോലെ മറ്റൊരുത്തൻ ചോദിക്കുന്നുണ്ട്, ഈ അവസ്ഥയിൽ ക്യോരെ അതെടുത്ത് യൂസ് ചെയ്യുമോ എന്ന്. ഈ ഹിഷാക്കു മന്ത്രവാദി ഇപ്പൊ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ക്യോരെ അത് യൂസ് ചെയ്യും. റാക്കുസായിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോകും. ശരിക്കും ഇയാളുടെ പ്ലാൻ ക്യോരെയും കൊണ്ട് ആ വാൾ യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഷിനുച്ചി എടുത്ത് പ്രയോഗിക്കുന്നത് പോയിട്ട് അതിന്റെ ഒരു അറ്റത്ത് പിടിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. അത്രയ്ക്ക് റിസ്ക് ഉള്ള പണിയാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. ആ മാസ്റ്റർ സോർട്സ്മാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഷിനുച്ചിയുടെ മേൽ പ്രൈമറി കമാൻഡ് അയാൾക്കാണ്. സോ മറ്റൊരാൾ അതെടുത്ത് ഉപയോഗിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാനേ പറ്റില്ല. അപ്പൊ അതറിയുക എന്നുള്ളതാണ് ഇയാളുടെ പ്ലാൻ. ക്യോരെ ശരിക്കും ഇവർക്ക് ഈ പരീക്ഷണം നടത്താനുള്ള ഒരു ഗിനി പന്നിയെ പോലെയാണെന്നും ഇയാൾ പറയുന്നു. ഇപ്പൊ ആ മാസ്റ്റർ സോർട്സ്മാൻ ആണെങ്കിൽ ഒരു അഴിക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ക്യോരെ ആണെങ്കിൽ ചിഹിരോയുടെ ബാക്കിൽ നിൽപ്പുണ്ട്. ഇനി എന്താ നടക്കുക എന്ന് കണ്ടറിയാമെന്ന് ഇപ്പൊ ഹിഷാക്കു മന്ത്രവാദിയും പറയുന്നു. ചിഹിരോ ഇങ്ങനെ ക്യോരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹാക്കുരിയും അവന്റെ മൈൻഡിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ക്യോരയ്ക്ക് മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കണ്ണൊക്കെ ഫുള്ളായിട്ട് അങ്ങ് കറുത്തിരിക്കുന്നത് കാണാം. ഇപ്പോ ചിഹിരോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ക്യോരയുടെ കയ്യിൽ ഒരു വാളുണ്ട്, ഷിനുച്ചി. അതിൽ നിന്നിപ്പോ ഒരു ഡ്രോപ്പ് സ്പിരിറ്റ് എനർജി താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പോ പരസ്പരം കയറുകൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന 10 തൂണുകളുടെ നടുവിലായിട്ടിരിക്കുന്ന ഷിനുച്ചിയുടെ ഓണർ, ആ മാസ്റ്റർ സോർട്സ്മാൻ, ഇത് സെൻസ് ചെയ്തിട്ട് ഈ ഷിനുച്ചി എന്ന് പറയുന്ന ഈ എൻചാന്റഡ് ബ്ലേഡിന്റെ യഥാർത്ഥ പേര് വിളിക്കുന്നുണ്ട്. മഗാറ്റ്സുമി എന്നാണ് ഈ ബ്ലേഡിന്റെ പേര്. ഇപ്പോ താഴേക്ക് വന്ന് വീഴുന്ന ആ ഒരു തുള്ളി സ്പിരിറ്റ് എനർജി ക്യോരയ്ക്ക് ചുറ്റും ഒരു കറുത്ത വട്ടം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നിപ്പോ ചെടിയും പൂവും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഒരു പൂമ്പാറ്റയാണെങ്കിൽ ആ പൂവിൽ നിന്ന് ഇങ്ങനെ പറന്നു വന്നിട്ട് ഈ ബ്ലേഡിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ആ സ്പിരിറ്റ് എനർജിയുടെ ഒരു റേഞ്ച് ആണ് കാണിക്കുന്നത്. എന്റെ നിന്ന് ഗോൾഡ് ഫിഷിന്റെ ഫോമിൽ വരുന്ന പോലെ ഇവിടെ അതൊരു വലിയ ചിത്രശലഭത്തിന്റെ ഫോമിൽ ഉയർന്നിങ്ങനെ ക്യോരയുടെ പിന്നിലായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ചിഹിരോയും ഹാക്കുരിയും ഒക്കെ ഞെട്ടുന്നുണ്ട്. ക്യോരെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ ഈ വാള് ഇതിന്റെ ഉറയിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല, എന്നിട്ട് ഇതിന്റെ പവറിന്റെ റേഞ്ച് ഇത്രയും. ചിഹിരോ ആണെങ്കിലും തന്റെ മുന്നിൽ നിൽക്കുന്നത് ക്യോര തന്നെയാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ക്യോര ഇപ്പൊ പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞു പോകുന്നുണ്ട്. പുള്ളി ഇപ്പൊ ജെറ്റ് സ്പീഡിൽ വന്ന് ചിഹിരോയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്റനും ഷിനുച്ചിയും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഇപ്പൊ ഒരു വാള് വന്ന് തട്ടിയ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ ഷിനുച്ചി ഇതുവരെ ആ ഉറയിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. സോ ഇങ്ങനെയും ഈ ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നോർത്ത് ചിഹിരോ അത്ഭുതപ്പെടുന്നുണ്ട്. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേരും തളർന്നു എന്ന്. ഉടനെ ഇപ്പൊ ഹേയ് എന്ന് വിളിച്ചുകൊണ്ട് ഹിയുക്കി പടി ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അവള് ഹാക്കുരിയോട് ചോദിക്കുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ റാക്കുസായിച്ചി ആർക്ക് അവസാനിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച തന്നെ വീഡിയോ ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണുന്നവരേക്കും ബൈ ബൈ.